ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ അത്യാവശ്യം വൈറലായ കുറച്ച് പ്രോഡക്ട്സ് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഒട്ടും ലൈറ്റ് ആക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, വീഡിയോയിൽ കാണാം. പ്രോഡക്ട്സ് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഫേസിൽ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ ഇടട്ടെ കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ ആണേ. ഞാനിവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അറിയാലോ, വിന്റർ സീസൺ ആയതുകൊണ്ട് എന്താ ഫേസ് ഒക്കെ ഇങ്ങനെ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും ഇങ്ങനെ വലിയുന്ന പോലെയാണ്. എൻ്റെ ലിപ് ബാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ. പക്ഷെ ഇനി ലിപ് ബാം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പുതിയത് വാങ്ങിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ തന്നെ ജസ്റ്റ് ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ കൺസീലർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് സ്വിസ് ബ്യൂട്ടിയുടെ ആയിരുന്നു കേട്ടോ കൺസീലർ. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് ഇത്. ഷെയ്ഡ് എനിക്ക് ലൈറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ. എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ആക്നെ വന്നതിൻ്റെ മാർക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഞാൻ കൺസീലർ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഇവിടെ ലൈറ്റ് കുറവാണ്, അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. എനിക്ക് ഈ ഷെയ്ഡ് ഓക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇഷ്ടം. ചിലവർ ഡാർക്ക് ഷെയ്ഡാണ് എടുക്കുക, ഫൗണ്ടേഷനേക്കാളും ഡാർക്കർ ഷെയ്ഡാണ് കൺസീലറായിട്ട് എടുക്കുക. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അപ്പം എനിക്ക് കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കൺസീലർ ഡാർക്കർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസ് ഡള്ളായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് ഓക്കെ ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കവറേജും കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഇനി ഒരു എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം നോക്കാം കേട്ടോ. ഇത് പിങ്ക് ഷെയ്ഡ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതായിരുന്നു. ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് എന്തായാലും നോക്കാം. ഇത് പിങ്ക് ഷെയ്ഡ് നമുക്ക് പ്രൈമറായിട്ട് വരെ യൂസ് ചെയ്യായിരുന്നു. ഇതിൻ്റെ കളറ് വരുന്നത് ഇങ്ങനെയാണ്, കാണുന്നുണ്ടോ? ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കളറ് വരുന്നത്. ഇട്ട് നോക്കട്ടെ, പേടിയാവുന്നു എന്താവും ഇത്. ഞാൻ എന്തായാലും എല്ലായിടത്തും ഇടുന്നില്ല. ഈ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ ഒരു പേടി. എടുത്തത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ എല്ലാം ഫേസിൽ മൊത്തത്തിൽ ഞാൻ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഡയറക്റ്റ് കാണുമ്പം കുഴപ്പമില്ല. ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് കമ്പാരിറ്റീവ്ലി പിങ്കിനായിരുന്നു ഇതിനേക്കാളും ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് കുറവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് ഇടുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബ്ലഷ് ഇടണം. പക്ഷെ പിങ്ക് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബ്ലഷിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇത് കുഴപ്പമില്ല, നോക്കട്ടെ. എന്തായാലും
ഈ ഒരു ലൈറ്റിങ്ങിൽ എനിക്ക് വല്ലാതെ അറിയാനും പറ്റുന്നില്ല. അപ്പം നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ക്യാമറയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വലിയ ഓവറായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. ഭയങ്കര ഡ്രൈയിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും നോക്കട്ടെ. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ മോയ്സ്ചറൈസറോ ലിപ് ബാമോ ഇടാതെ നമുക്ക് ഇതിടുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നല്ല ഡ്രൈ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ വലിയ സീനില്ല. ഇനി നോക്കട്ടെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. നോർമൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, മാറ്റായ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ലിപ് ബാം യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നും. കണ്ടോ, ഇപ്പം തന്നെ നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഷെയ്ഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡല്ല ഞാൻ വിചാരിച്ചത്. ഇതിൽ കാണുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി ലൈറ്റാ ഷെയ്ഡ്, കണ്ടോ. പക്ഷെ എൻ്റെ ലിപ്പിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടി ലൈറ്റ് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കൈമിട്ട് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ കയ്യിൽ ഷെയ്ഡ് കണ്ടോ. കയ്യിലാകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റാണ് എന്ന് എനിക്ക് തോന്നണേ. പക്ഷെ ലിപ്പിലാവുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ 3 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഗ്ലോയിങ് ലുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഒരു മാറ്റ് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, 3 പ്രോഡക്ട്സും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഗോൾഡൻ എനിക്ക് കമ്പാരിറ്റീവ്ലി പിങ്ക് ആണ് ഒന്നും കൂടി ഇഷ്ടമായത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പ്രോഡക്ട്സ് ആണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.